ഹലോ, വെൽക്കം ടു ക്വിക്ക് ഫുഡി. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ സാമ്പാർ ഒഴിച്ചിട്ടുണ്ട്, കൂർക്ക, പിന്നെ ഒരു ഫിഷ് ഉണ്ട്, കിളിമീനാണിത്, പിന്നെ പപ്പടം ഇങ്ങനെ പൊടിച്ച് ചോറിലേക്ക് വെച്ചിട്ട് സാമ്പാർ. വെണ്ടയ്ക്ക നല്ല ചൂടാണ്. സാമ്പാർ ഇപ്പം ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഭയങ്കര ചൂടാണ്. കൈപൊള്ളി സാരല്ല, എന്നാലും കഴിക്കാണ്ട് പറ്റില്ലല്ലോ. സാമ്പാർ നല്ലോണം ഇങ്ങനെ കുഴച്ചൊരു കുറച്ച് പപ്പടം ഞാൻ മെയിനായിട്ട് പപ്പടം ഡൈല്യൂട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. എന്ത് ഫുഡ് നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് പപ്പടമാണ് നല്ലത്. പപ്പടം പൊടിച്ചിടുമ്പോഴത്തേക്കും നമ്മൾ പല കറികളിടുന്നത് ഡൈല്യൂട്ടാകും. ഇത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക നോർമലി അരിയുന്ന പോലെയല്ല, വേറൊരു രീതിയിൽ അരിഞ്ഞിട്ട് നോർമൽ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്ന പോലെ. പിന്നെ കൂർക്ക, ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. കൂർക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂർക്ക ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള സംഭവമായിരിക്കും. നല്ല നാടൻ കൂർക്ക ചെറുതായിട്ട് മെഴുക്ക് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ അതെല്ലാം കൂടി കൂട്ടി ഫിഷിൻ്റെ ഒരു ചെറിയ പീസ്, ഫിഷ് ഇന്നലത്തെ ഫിഷാണ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ നല്ലോണം കറിയിൽ ഫിഷിലെല്ലാം പുളിയൊക്കെ പിടിച്ച് നല്ല വായിന്നുള്ള മതി പുളിയൊക്കെ പിടിച്ചിരിക്കുന്നൊരു ഫീലാണ്. ഇതെല്ലാം കൂടി കുഴച്ചിങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പപ്പടത്തിന് ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. അതെന്തായിരിക്കും എനിക്കറിയില്ല. ഇനി എണ്ണയുടെ ആണോ എന്നറിയില്ല. നോർമലി വീട്ടിലങ്ങനെ പ്രശ്നം ഉണ്ടാവാറില്ല, എന്തോ പറ്റിയെന്ന് അറിയില്ല. പപ്പടത്തിന് ചെറിയ കളർ വ്യത്യാസമുണ്ട്, അറിയില്ല, അമ്മേനോട് ചോദിച്ച് നോക്കാം. അപ്പോൾ ഈ കറികളെല്ലാം കൂടി കൂട്ടി നമുക്ക് ഒരു പിടുത്തം പിടിക്കാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.